ഹായ് ഹലോ എൻജോയ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിനെ കുറിച്ചും ഞാൻ ഫോൺ വാങ്ങിയതിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്ത വീഡിയോസിനെ കുറിച്ചാണ്. ഞാൻ എങ്ങനെയാണ് വീഡിയോസ് ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഫോണൊക്കെ വാങ്ങിച്ചു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ഒരാൾ പോലും എൻ്റെ വീഡിയോസ് കണ്ടില്ല. 1 വ്യൂസ്, 2 വ്യൂസ്, 3 വ്യൂസ്, അല്ലെങ്കിൽ ഞാൻ ഒരു 4 തവണ കാണുന്നത്, അല്ലെങ്കിൽ ഏട്ടൻ ഒരു 4 തവണ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കാണുന്നത്, പിന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നത്, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത്, അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെയാണ് ഒരു 100 വ്യൂസ് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തരെ വിളിച്ചിട്ടും, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും. ഇന്നാണത് 3000 മണിക്കൂറായത്. 4000 വാച്ച് അവറുമാണ്. അപ്പം 1000 സബ്സ്ക്രൈബർ ആവുന്നേ ഇല്ല. അങ്ങനെ കുറേ ഞാൻ കഷ്ടപ്പെട്ടു. കുറേ ഞങ്ങൾ ബീച്ചിൽ പോകണം, ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നൈറ്റ് ഞാൻ ജോലിക്ക് പോകുന്നില്ല, നിശാന്തേട്ടൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് പോകുന്നു, കുറേ ബീച്ചുകളിൽ പോകുന്നു. അതുപോലെ തന്നെ തമ്പുരാൻപാറ, തമ്പുരാട്ടിപ്പാറ, കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടൊന്നും റീച്ചില്ല, കയറാൻ പറ്റുന്നില്ല. മണിക്കൂറിന്റെ ആ ഒരു സംഭവം അനങ്ങുന്നേ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിശാന്തന്റെ സ്കൂൾ ഗ്രൂപ്പില്, അതായത് 10ലെയാണെന്നോ സ്കൂൾ ഗ്രൂപ്പില് നിശാന്തിന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത്, ഇങ്ങനെ ബിഗ് ബോസ് നടക്കുന്നുണ്ട്, ഞാനൊരു കണ്ടന്റ് തരാം, ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ പോലെ ഒന്ന് ചെയ്തു നോക്കൂ, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ഒരു ഇത് അയച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ വാട്സപ്പിലേക്ക് അയച്ചു തന്നു. ആ സെയിം ആയിട്ട് ഞാനങ്ങ് വീഡിയോ ചെയ്തു തുടങ്ങാൻ കേട്ടോ. അതായത് ബിഗ് ബോസിന്റെ വോട്ടിംഗ് റിസൾട്ട്, അതായത് ഒഫീഷ്യൽ അല്ല അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് മറ്റേ സജിന, ഫിറോസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, സായി, വിഷ്ണു അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് അവരൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോ അൺഒഫീഷ്യൽ വോട്ടിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു ദിവസം 10 വ്യൂസ്, 12 വ്യൂസ്. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ 100 വ്യൂസ്. അതിലിങ്ങനെ പച്ച ഒരു ടിക്ക് വന്ന് കിടക്കുന്നു യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ. അത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 100 വ്യൂസ് എന്നുള്ളത് 1000 ആകുന്നു, 1000 എന്നുള്ളത് 2000 ആകുന്നു, 3000 ആകുന്നു. അങ്ങനെ 24K, 25,000K, 60K, 70K, 1 lakh വ്യൂസ് വരെ ആയിട്ടുണ്ട്. അതിൽ അത്രയും കയറി പോവാണ്. അപ്പോൾ വാച്ച് അവർ ഇങ്ങനെ കൂടി, കാരണം ലോങ് വീഡിയോസ് അല്ലേ വരുന്നത്, കൂടി 3 മിനിറ്റ് വീഡിയോസ് ആണ് വരുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് ആയതുകൊണ്ട് വാച്ച് അവർ ഇങ്ങനെ കൂടി 6 മാസമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചാനല് വാച്ച് അവർ 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ കൊടുത്ത ആ സമയത്തൊക്കെ എനിക്ക് ലൈവ് ഓപ്പൺ ആയി കേട്ടോ. ലൈവ് ഓപ്പൺ ആയി എന്റെ കുറച്ചധികം ആൾക്കാരൊക്കെ ഞാനിങ്ങനെ അതൊന്നും ഇതിനെക്കുറിച്ച് അത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കാണുന്നേ ഇല്ല. ഇതിന് വരുമാനം കിട്ടുമെന്നോ, നമ്മളെ 10 പേര് അറിയുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അനുസരിച്ച്, അല്ലാതെ 1000 വ്യൂസിനും അല്ലെ 2000 വ്യൂസിനൊക്കെ പൈസ കിട്ടുമെന്നൊന്നും അറിയില്ല. ചുമ്മാതെ അങ്ങ് വീഡിയോസ് ചെയ്തു. ഇത് ചാനൽ മോണിയായി. ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് പയ്യനാണ് ചാനൽ നോക്കിയത്. അപ്പൊ ആ ആളെല്ലാം പറഞ്ഞു തന്നു, ഒരു മടിയും കൂടെ. ആസിഫ് എന്നാണ് കേട്ടോ പേര്. അപ്പൊ ആ പയ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അങ്ങനെ എന്റെ ചാനല് മോണിയായതിന് ശേഷമാണ് ഈ ബിഗ് ബോസ് എന്നുള്ള സംഭവങ്ങൾ നിർത്തി. കൊറോണയുടെ ടൈം വന്നതുകൊണ്ട് ബിഗ് ബോസ് നിർത്തിക്കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ വ്യൂസ് ഇല്ല. പിന്നെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു, ഡ്രസ്സിന്റെ വീഡിയോസ് ചെയ്തു, ഒന്നും ചെയ്തിട്ടൊന്നും വ്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു. കൊറോണയുടെ ടൈം ആയില്ലേ. പിന്നെ യൂട്യൂബിലേക്ക് അങ്ങ് മടുത്ത് കേട്ടോ. ഇപ്പൊ തന്നെ 4 മിനിറ്റ് 5 മിനിറ്റ് ആയി. ഞാൻ നിർത്താണ്. ബാക്കി കഥ ഞാൻ നാളെ പറയാം. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.